ക്രിസ്തുവിന്റെ പുണ്യദിനമാണ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച പുണ്യരാവാണ് ക്രിസ്മസ്. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ക്രിസ്തുവിന്റെ കുർബാനയിൽ നടത്തം വരുന്ന ക്രിസ്മസ് മാസെ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് ഉണ്ടായിട്ടുള്ളത്. ലോകരക്ഷകനായ നമ്മുടെ ഉണ്ണീശു ജനിച്ച ദിവസമാണ് ഡിസംബർ 25 നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. ബത്ലഹേമിലെ ഒരു കൊച്ചു കൽത്തൊഴുത്തിൽ മറിയത്തിന്റെയും യൗസേപ്പിന്റെയും മകനായിട്ടാണ് ഉണ്ണീശു ജനിച്ചത്. ദൈവം തന്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരുടെ പാപങ്ങൾ നീക്കാനും അതുവഴി ലോകം രക്ഷിക്കാനുമാണ്. യേശുവിന്റെ ജനനത്തിന് ശേഷം മാലാഖമാർ പാടി, അത്യുന്നത ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിന്റെ ജനനം മാലാഖമാരാണ് ആട്ടിടയരെ അറിയിച്ചത്. അവർ വന്ന് സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് വെള്ളത്താടിയും ചുവന്ന തൊപ്പിയും വെച്ച് വരുന്ന സാന്റാക്ലോസ്, കാൽത്തൊഴുത്തിലേക്ക് വരികാട്ടിയായ നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഇവയൊക്കെയാണ്. ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടി ആ കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റി പറഞ്ഞ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കാം. ക്രിസ്മസ് എന്നാൽ ആഘോഷം മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടിയുള്ള ആഘോഷമാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ദേവപുത്രനെയാണ് ഓരോ ക്രിസ്മസ് ദിനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയമാവുന്ന പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശുവിനെ വരവേൽക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.